ഹായ് ഗായ്സ്, വെൽക്കം ടു തൊടു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടുത്ത ടീസർ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ബസൂക്ക. അതെ, അപ്പോ നമ്മളെ തമിഴകത്തിൽ നിന്ന് ഗൗതം വാസുദേവ് മേനോനൊക്കെ വന്നിട്ടുള്ള സിനിമയാണ്. നമുക്ക് എന്തായാലും അതിന്റെ ടീസറിലേക്ക് പോകാം. ഡെനോ ഡെനീസ് പുതിയൊരു ഡയറക്ടറാണ്, ഡയറക്ടറും പുള്ളി. കഥ പറയാൻ മമ്മൂട്ടി തന്നെ പറഞ്ഞത് ഡയറക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഡയറക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ടീസറിലേക്ക് പോകാം. അതെ, ബെഞ്ചമിൻ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോരുന്നു. എനിക്ക് കുറച്ച് തലവേദന ഉണ്ടാക്കി വെക്കും. സാർ എന്താ സാർ ഈ പറയുന്നത്? ദ ഗ്രേറ്റ് ഷാഡോ ഗാങ്ങിനെ പോലും മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഗാങ്സ്റ്റേഴ്സിനെ ഞങ്ങൾ എങ്ങനെ തൊടാനാ എന്താ ബെഞ്ചമിനോടൊരു ബഹളം? നിങ്ങൾ എവിടെയാ സാർ? അത് പോപ്കോൺ സാർ. ഞങ്ങള് സെക്കൻഡ് ഷോ പോലീസ് ഓഫീസർ. ഞാൻ പടം കണ്ട് വിളിക്കാം സാർ. ഓക്കെ, ഒന്നിൽ തുടങ്ങി 100-ൽ അവസാനിക്കുന്ന ഗെയിം. എ ഗെയിം ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്. യങ്സ്റ്റർ ആണ്. So then who are you? Hey buddy, get ready for the game. It's tuxedo time. അപ്പൊ പണിയാണ്. ഈ കഥയിൽ നിങ്ങളുടെ റോൾ? നമ്മൾ ചെയ്യാത്ത റോളൊന്നുമില്ല ഭായി. കമ്മിങ് സൂൺ. ഡേറ്റ് പറഞ്ഞിട്ടില്ല. എൻജോയ് ലുക്കടായിരുന്നു. ഒരു രക്ഷയില്ല. കോട്ടിട്ട് വന്നിറങ്ങുന്ന മോനെ സെറ്റ്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ലുക്കിൽ മമ്മൂട്ടിയെ എല്ലാം വേറെ ആരും ഏത് പ്രായത്തിലാണേലും ഒരു രക്ഷയില്ലാത്ത പടം. അങ്ങനെയുണ്ട്. ടീസർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മമ്മൂട്ടിയുടെ അടുത്ത. പക്ഷെ മമ്മൂട്ടി ഗ്യാങ്സ്റ്റർ ആണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. അതെ, വേറെ എന്തോ ഷാഡോ ഗ്യാങ് അങ്ങനെ ഒന്നുകൊണ്ട് പറയുന്നുണ്ട്. മിക്കവാറും ആ ഗ്യാങ്ങിന്റെ തലവനായിരിക്കും. അതെ, വില്ലൻ ആരായിരിക്കും? ഗൗതം മേനോൻ പോലീസ് ഓഫീസർ. വില്ലൻ ആരായിരിക്കും? കാസ്റ്റിൽ എനിക്ക് തോന്നുന്നു ബാബു ആന്റണി ഉണ്ട് കാസ്റ്റില്. അങ്ങനെ വീണ്ടും ബാബു ആന്റണിയെ വില്ലൻ വേഷത്തിൽ കാണാൻ പറ്റുമോ അറിയില്ല. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. വല്ല സൈക്കോ കില്ലറായിട്ട് ഇല്ല. പുള്ളിയുടെ മറ്റേ പഴയ കരാട്ടെ സ്റ്റെപ്പൊക്കെ നോക്കാം. അതുപോലെ ഷറഫുദ്ദീൻ ഉണ്ടെന്നൊക്കെ ഞാൻ ഏതോ കാസ്റ്റിൽ കണ്ടായിരുന്നു. ഇനി എങ്ങനെ കാണാം ആണോ? അത് മിക്കവാറും വില്ലന്റെ ഗ്യാങ് ആയിരിക്കും. നോക്കാം. എന്തായാലും ടീസർ ഒരു രക്ഷയില്ലാത്തത്, പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ മമ്മൂക്കാരുടെ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഇനി മമ്മൂക്കയുടെ ലുക്കിന്റെ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം നമ്മൾ ബാക്കി എല്ലാവർക്കും ക്രിഞ്ച് അടിക്കും. കാരണം ഇത് ഒരു പോസ്റ്റർ വന്നാൽ ആദ്യത്തെ പോസ്റ്റർ അതിന്റെ അതൊക്കെ ലുക്കായിരുന്നു. അയ്യോ, ഒരു ബൈക്കിൽ ഇങ്ങനെ ഇടുന്ന വരുന്ന ഒരു സീനില്ല. ലുക്കിന്റെ കാര്യത്തിൽ മമ്മൂക്ക രക്ഷയില്ല. അതിപ്പോ ഏത് പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ആയാലും പുള്ളി തകർത്തേക്കും. ഒരു രക്ഷയില്ല. ഈ പടം ഒരുപാട് നമ്മൾ വെയിറ്റ് ചെയ്ത, അതായത് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് പുറത്തായി, 1.5 വർഷത്തോളമായി അനൗൺസ് ചെയ്തിട്ട്. ആകെ 2-3 പോസ്റ്റർ മാത്രം ഇട്ടാണ് ഇത്രയും നാളെ ഹൈപ്പിൽ കൊണ്ട് കാണുന്നത്. എന്നിട്ടാണ് ഇപ്പൊ ഒരു ടീസർ വരുന്നത്. അതും മമ്മൂട്ടിയുടെ ലുക്ക് വെച്ചാണ് ആ 2 പോസ്റ്ററിലും 2-3 പോസ്റ്ററിലും മമ്മൂക്കയുടെ ലുക്കിലാണ് അവര് പിടിച്ചു നിർത്തിയ ഹൈപ്പ്. എങ്ങനെയുണ്ട്? പൊളി പൊളി. മമ്മൂക്കയൊക്കെ എങ്ങനെയുണ്ട്? സെറ്റ്. മമ്മൂക്ക എങ്ങനെയുണ്ട്? ആ ചോദ്യത്തിലൂടെ പ്രസക്തി ഇല്ലെന്ന്. മമ്മൂക്ക എങ്ങനെ ഉണ്ടെന്ന് വേറെ ആരെങ്ങനെ ഉണ്ടെന്ന് നീ ചോദിച്ചു. മമ്മൂക്ക എങ്ങനെ ഉണ്ടെന്ന് അതിൻ്റെ അകത്തിന്റെ ഡയലോഗ് എല്ലാ റോളും ഞാൻ ചെയ്തു. സാറിന്റെ റോൾ എന്താ? ഞാൻ എല്ലാ റോളും അതുപോലെ തന്നെ
അപ്പം മമ്മൂട്ടിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ. അതെ ഇൻവെസ്റ്റിഗേഷൻ മിക്കവാറും ഗൗതം മേനോനായിരിക്കും. മമ്മൂട്ടി മാസമായിരിക്കും, മാസ് ത്രില്ലറിന്. അതെ എന്റെ മ്യൂസിക്കും ആ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന മ്യൂസിക്കും ഒരു രക്ഷയില്ല. അത് പുള്ളിയുടെ പേര് തന്നെ മിഥുൻ മുകുന്ദൻ അദ്ദേഹത്തിന്റെ. എനിക്കൊന്ന് റോഷാക്കിലൊക്കെ പുള്ളിയാണെന്ന് തോന്നുന്നു. പിന്നെ ഫുള്ള് തെലുങ്ക് അങ്ങനത്തെ പടങ്ങളായിരുന്നു അല്ലേ. പിന്നെ ഇപ്പം വിനോ ഡെന്നീസ്, പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണ് അത് മമ്മൂക്കി വെച്ച്. നമുക്കറിയാലോ മമ്മൂക്കി വെച്ച് ഒരുപാട് ആൾക്കാർ ഫസ്റ്റ് ഫിലിം ചെയ്ത് ഹിറ്റ് ആക്കിയിട്ടുള്ളതാണ്. മമ്മൂട്ടി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് മമ്മൂക്ക. അപ്പം പക്ഷേ പുള്ളിയുടെ ഫാദർ ആളൊരു തിരക്കകർത്താണ്, കലൂർ ഡെന്നീസ്. പുള്ളി കിട്ടാണ്. ആളുടെ ഫിലിമൊക്കെ ഈ കലൂർ ഡെന്നീസ് ആളുടെ ഫിലിമൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള മമ്മൂട്ടി വെച്ചിട്ട് 2-3 പടങ്ങളുണ്ട്. സന്ദർഭം അങ്ങനത്തെ കുറച്ച് പടങ്ങളുണ്ട് പഴയ തിരക്കകർത്തായിട്ട്. അദ്ദേഹം ജോഷിയും ചേർന്നു. ഉപ്പ് കണ്ടം പുള്ളിയാണെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ അവരുണ്ടല്ലോ മറ്റേ മിമിക്സ് പറയണ കോമഡി, അതൊക്കെ പുള്ളിയുടെയാണ്. അപ്പൊ പുള്ളിയും സിനിമയില് നല്ലൊരു അതെ ലെജൻഡറി ആളായിരുന്നു. ആളുടെ മോനാണ് അദ്ദേഹത്തിന്റെ ഒരു നെപ്പോക്കിട്ടാണ്. അപ്പൊ അതിന്റേതായ ഒരു ഇത് കാണും. പുള്ളി ഒരു നോവലിസ്റ്റും തിരക്കഥാകൃത്തുമില്ലായിരുന്നു. അപ്പൊ അതപ്പം അതിന്റെ ഒരു ഗുണം മോനും കാണും. അപ്പൊ അതും ഇതൊരു ഹിറ്റാകും. അത് മമ്മൂക്ക് വെച്ച് ഫസ്റ്റ് പടം അതിന് ഹിറ്റായിട്ട് തുടങ്ങും ആള്. ഇത് വേറിട്ടൊരു തലത്തിലേക്കുള്ള ഇതല്ലേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അതെന്തായാലും നല്ല രീതിക്ക് വരട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. ടീസർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ മമ്മൂട്ടിയൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കി, നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അല്ലാത്തവര് ഡയറക്റ്റ് അടിച്ചു നോക്കിയാൽ മതി, കിട്ടും. സെറ്റാണ്, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതെ, അപ്പൊ അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ വരുന്നതാണ്. ഓക്കെ, ബൈ.